ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന പൊരിച്ച പത്തിരീൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു ഡിഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാം. എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്, ഒരു പ്രത്യേക വാസനയാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ടർ ഷെല്ല് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ഇനി നമുക്ക് റെസിപ്പി കാണാം. ഞാനൊരു അടികട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്റ്റൗവ് കത്തിച്ചിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അലുമിനിയം എടുക്കാം, സ്റ്റീൽ പാത്രം വേണ്ട കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ വറുക്കാത്ത അരിപ്പൊടിയാണെങ്കിൽ ആദ്യം ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം അങ്ങനെ വരുമ്പോൾ വേറൊരു പാത്രത്തിൽ റോസ്റ്റ് ചെയ്തിട്ട് മതി ഇത് നമ്മൾ മിക്സ് ചെയ്യുന്നത്. കാരണം ഈ പാത്രത്തിൽ ചൂടുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല പ്രത്യേക വാസനയുമാണ്. വെളിച്ചെണ്ണ ഇപ്പം ഹാർട്ട് ഡിസീസൊക്കെ ഉള്ളവരാണെങ്കിൽ റൈസ് ബ്രാൻ ഓയിലോ ഒലീവ് ഓയിലോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് പകരം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. അപ്പം ഞാൻ ആദ്യം ഒരു 2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഒരു അളവെന്ന് പറഞ്ഞാൽ 1 കപ്പ് അരിപ്പൊടിക്ക് 1.25 കപ്പ് വെള്ളം. അപ്പം ഞാനിവിടെ ഇപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ബാക്കി നമ്മളിനി ഒരു 1/2 കപ്പും കൂടെ ഒഴിക്കേണ്ട. അത് പക്ഷേ ഇപ്പോൾ ഒഴിക്കുന്നില്ല. അതിന് മുന്നേ നമ്മളൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല കേട്ടോ, കൈവച്ച് തന്നെ മിക്സ് ചെയ്യാം. അതേപോലെ വിസ്ക് വെച്ച് പതുക്കെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ മൂവ് ചെയ്യുന്ന പോലെ ഒന്നും മൂവ് ചെയ്യണമെന്നില്ല, നല്ല ഫാസ്റ്റായി തന്നെ മൂവ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് കത്തിക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടിത് ഇളക്കി നമുക്ക് കുറുക്കിയെടുക്കാം. കുറുക്കി ഇത് കട്ടിയുള്ള മാവിൻ്റെ പരുവം ആയിക്കോളും. പെട്ടെന്ന് തന്നെ ഇത് കയറി കട്ടിയായി വരും കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഒരു 5 മിനിറ്റിനകത്ത് തന്നെ നമുക്ക് ഈ മാവ് പെട്ടെന്ന് തന്നെ വേണ്ട നമ്മുടെ ആ ഒരു ഡൗ കൺസിസ്റ്റൻസിയിലേക്ക് വരും. നിർത്താതെ ഇളക്കി കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ആയിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരിക്കട്ടെ, അതിൻ്റെ ചൂടൊന്ന് പോകണം. അതുകൊണ്ട് നമുക്ക് ഇത് അവിടെ വെക്കാം. ഇതൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ അടച്ച് വെക്കുമ്പോൾ നമുക്കൊരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാനുള്ള പാകത്തിനാണ് കേട്ടോ. അടച്ച് വെക്കുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആവും. തുറന്ന് വെച്ചാൽ ഇത് ഉണങ്ങിപ്പോവും, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പം നമ്മളിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഒരു അരപ്പുണ്ട്. ആ അരപ്പ് ഉണ്ടാക്കാം. എളുപ്പമാണ്. നമ്മൾ മിക്സിയുടെ ഗ്രൈൻഡർ ജാർ എടുത്തു. അതിലേക്ക് ഒരു 5-6 കഷ്ണം ചെറിയ ഉള്ളി, ഇഷ്ടമുള്ള അത്ര ഇടാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാനൊരു 7 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഇട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട, ഒരു മാക്സിമം ഇത്രയും ഇതിന് ഒരു 7-8 എണ്ണമൊക്കെ മതി, അതിൽ കൂടുതൽ വേണ്ട. ഇനിയിപ്പോൾ ഒരു 3-4 എണ്ണ ഇട്ടുള്ളൂവെങ്കിലും അതായാലും മതി. ഇനി അല്ലെങ്കിൽ ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ജീരകത്തിൻ്റെ ഒരു സ്വാദ് ഇതിൽ വരുമ്പോൾ. അത് ഞാനൊരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 1/2 കപ്പ് തൊട്ട് 1/4 കപ്പ് വരെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്ക് 1 ടീസ്പൂൺ വെള്ളം കൂടി ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത്, കാരണം അങ്ങനെ വന്നാൽ പിന്നെ ഇത് ഭയങ്കര വാട്ടറി ആയി പോകും. ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പരുവം. ഇനി ഇതവിടെ ഇരിക്കട്ടെ. ഇപ്പം ഞാൻ കൈ രണ്ടിലും കുറച്ച് വെളിച്ചെണ്ണ ഇട്ടൊന്ന് തുടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററല്ല, നമ്മുടെ ഡൗ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ആദ്യം ഇത്തിരി ഇങ്ങനെ പൊട്ടി പോകും, കുഴപ്പമില്ല. നന്നായിട്ട് അങ്ങ് നെഡ് ചെയ്ത് കുഴച്ച് അങ്ങ് എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് കുഴഞ്ഞ് വന്നോളും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം എല്ലാം കൂടെ ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ അത് ഒരു സൈഡിൽ മാത്രമായി പോകും മാവിൻ്റെ. അപ്പോൾ ആദ്യം ഒരു 2 സ്പൂണൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. എന്നിട്ട് അത് ആ ഒരു ഭാഗത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഈവണാക്കി എല്ലാം എടുത്തിട്ട് ബാക്കി നമുക്ക് ഇതേപോലെ സ്പൂണായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എല്ലായിടത്തും നമ്മുടെ തേങ്ങയുടെയും ചെറിയുള്ളീൻ്റെയും ജീരകത്തിൻ്റെയും ഒക്കെ ടേസ്റ്റ് എത്തും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ചെറിയ ചൂടുണ്ടും, അത് കുഴപ്പമില്ല. ഇനിയിപ്പം നല്ല ചൂട് മാറിയിട്ടാണെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ചെയ്താൽ മതി, എന്നാലും കുഴപ്പമില്ല. ആദ്യമൊക്കെ ഇതുപോലെ ഒട്ടൽ ഫീൽ ചെയ്യും, പക്ഷേ കുഴപ്പമില്ല. കുറേ കഴിയുമ്പോൾ ഇങ്ങനെ മാറും. ഇപ്പോൾ നമ്മൾ ഇതൊന്ന് അത്യാവശ്യം ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഇടണം. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇത് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രസൻസ് അത്രയും ഭംഗിയാണ്, അത്രയും ടേസ്റ്റിയാണ്. വേറൊന്നല്ല കേട്ടോ, കറുത്ത എള്ളാണ്. നല്ല ടേസ്റ്റിയാണ് അത് ഈ ഒരു കൂട്ടിൽ കഴിക്കുമ്പോൾ. അതേപോലെ കാണാനും നല്ല ഭംഗിയാണ്. നല്ല സ്നോ വൈറ്റ് ആയിട്ടുള്ള മഞ്ഞിൻ്റെ കളറുള്ള നമ്മുടെ ഈ ഒരു കറുത്ത എള്ളും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പം നമ്മൾ കുഴച്ച് എടുത്തിട്ടുണ്ട്.
ഇനിയൊന്നുമില്ല, ഇനി എളുപ്പമാണ്. ഇതങ്ങോട്ട് ഉരുട്ടി പരത്തി വറുത്ത് എടുക്കുക. അപ്പം നമുക്കിനി അതിന് വേണ്ടി നമ്മുടെ ഈ ഒരു ചൂടുകട്ടിയുള്ള പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് നമുക്ക് നന്നായിട്ട് മുങ്ങി പൊരിച്ച് എടുക്കണം. അപ്പോൾ ഇത്രയും വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു കപ്പോളം വരും. അപ്പം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. നാരങ്ങ വലിപ്പമല്ല, കുറച്ചും കൂടി വേണം കേട്ടോ. അപ്പം ഞാൻ ആദ്യം പരത്തിയത് കുറച്ച് ചെറുതായി പോയി. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പം ചെറുതായി പോയി എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി അങ്ങ് ഫ്ലാറ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു മിനിമം തിക്നെസ് വേണം. ഒത്തിരി ഫ്ലാറ്റായി പോയാൽ ഭയങ്കര ഉള്ളും കയറി അങ്ങ് ക്രിസ്പി ആയി പോകും. നമുക്കിത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പുറം ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കണം. അപ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയും പരത്തി എടുക്കാം. അപ്പോൾ ഇത് പരത്തുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളിത് എടുക്കുമ്പോൾ കുറച്ച് അത്യാവശ്യം ഒരു വലിപ്പം വേണം. അത് ആദ്യത്തെ കാര്യം. അത് കഴിഞ്ഞ് നന്നായിട്ട് നമ്മുടെ ഉള്ളം കയ്യിൽ ഇതേപോലെ നല്ല സ്പീഡിൽ ഇത് ഉരുട്ടി എടുക്കണം. അപ്പോഴേ അത് പൊട്ടി പോവാണ്ടിരിക്കും. നല്ല സ്പീഡിൽ ഇതുപോലെ ഉരുട്ടി എടുത്തിട്ട് നമ്മുടെ കൈ ഉണ്ടല്ലോ, കൈയിൻ്റെ ആ ഒരു ഉള്ളം കയ്യിൽ വെച്ച് നന്നായിട്ട് അങ്ങോട്ട് രണ്ട് സൈഡിൽ നിന്നും നല്ല നീറ്റായിട്ട് പ്രസ് ചെയ്ത് എടുക്കുക വേണ്ട. അപ്പോൾ അത് പ്രസ് ചെയ്യുന്നത് നല്ല ഷൈനി ആവും. ഇത് സ്മൂത്ത് ആകുമ്പോൾ പതുക്കെ പ്രസ് ചെയ്തങ്ങ് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ. അപ്പോൾ അത് ചെറിയൊരു പൊങ്ങലും താങ്ങലും ഒക്കെ തോന്നുമ്പോൾ നമ്മുടെ കൈയുടെ ആ ഒരു ഭാഗത്ത് വെച്ച് അങ്ങോട്ട് പ്രസ് ചെയ്ത് എടുത്താൽ മതി. സൈഡൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക. ഇങ്ങനെ വരുമ്പോൾ ഇത് പൊട്ടുന്ന സാധ്യത കുറയും. പൊട്ടുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ എണ്ണ കുടിക്കും. അപ്പോൾ നമ്മളൊരു 9 എണ്ണം പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഈ ഒരു കാര്യം ഓപ്ഷണലാണ്. അത് ചെയ്യുമ്പോൾ കുറച്ചൊരു ഭംഗിയുണ്ടാവും. അതിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ അത് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ ഇതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കറുത്ത എള്ള് ഇങ്ങനെ ഇതിൻ്റെ മുഖത്ത് ടോപ്പിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് ഇട്ടിട്ട് നമ്മൾ ഒന്ന് പ്രസ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ, നമ്മളിത് അങ്ങോട്ട് വെറുതെ ഇട്ടിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇത് ഊരി എണ്ണയിലേക്ക് വീഴും. അപ്പം നമ്മൾ ഇട്ടതിൻ്റെ ആ ഒരു പർപ്പസ് നടക്കില്ല. പിന്നെ എള്ള എണ്ണയിലേക്ക് വീണുവെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഒരു സ്വാദ് എണ്ണയിലേക്ക് ഇറങ്ങും. എണ്ണയിൽ നിന്ന് അത് നമ്മുടെ പത്തിരിയിലേക്ക് ഇറങ്ങും. അപ്പം സ്വാദുണ്ടാവും. പക്ഷേ നമ്മളിതൊരു ഭംഗിക്ക് വേണ്ടി ഇടുന്ന ആ ഒരു പർപ്പസ് അവിടെ നടക്കില്ല. ഇത് ടോട്ടലി നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്ന ഒരു സ്റ്റെപ്പാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഭംഗിക്ക് ഒന്ന് ആക്കിയത്. അപ്പം നമ്മൾ 5 എണ്ണം ഇതുപോലെ ആക്കിയിട്ടുണ്ട്. 5 എണ്ണം നമുക്ക് ഒറ്റ സ്ട്രെച്ചിന് നമുക്ക് വറുത്ത് എടുക്കാം. അപ്പോൾ ഞാൻ ക്യാമറ സ്റ്റാൻഡൊക്കെ തിരിച്ചു 5 എണ്ണത്തിലാക്കിയിട്ടും നമ്മുടെ എണ്ണയും നല്ല തിളച്ച് വന്നിട്ടുണ്ട്. മതി. ഇനി നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് അങ്ങ് ആക്കിയിട്ട് നമുക്ക് വറുത്ത് എടുക്കാം. സിമ്മിലേക്കാക്കി 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പത്തിരിയെല്ലാം ഇട്ട് കൊടുക്കുമല്ലോ, പിന്നെ മീഡിയം ഫ്ലെയിം ആക്കണം. അതാണ് അതിൻ്റെ ഒരു പാകം. ഒത്തിരി നേരം ഇത് സിമ്മിൽ കിടന്നാൽ ഇത് അങ്ങ് കട്ടയായിപ്പോൾ. ഒത്തിരി നേരം ഹൈയിൽ കിടന്നാൽ പുറം മാത്രം കരിഞ്ഞ് ഉള്ളിൽ വേവാണ്ടിരിക്കും. അപ്പം മീഡിയം ഫ്ലെയിമാണ് പാകം. നമ്മൾ പരത്തി വെച്ച പത്തിരി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ചൂടായ എണ്ണയിലേക്ക്. ഇപ്പോൾ ഒറ്റ സ്ട്രെച്ചിന് എൻ്റെ ഈ ഒരു പാനിൽ എനിക്ക് 5 എണ്ണം ഇടാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അത് പാനിനെ ബേസ് ചെയ്തിരിക്കും. നടുക്ക് ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ എല്ലാ സൈഡിലും ഒട്ടിപ്പിടിക്കും. ചെറിയൊരു ഗ്യാപ്പ് വിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. അതേപോലെ ഇട്ട ഉടനെ തന്നെ ഇത് മറിച്ചിടാനോ ഇളക്കാനോ ഒന്നും പോകരുത്. അത് അവിടെ ഇരുന്ന് ഒന്ന് പൊങ്ങിയൊക്കെ വരണം. പിന്നെ ഇത് വേറൊരു ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതേപോലെ പരത്തി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്കിത് പിറ്റേന്നത്തേക്കും എടുക്കാം. ഇപ്പോൾ രാവിലെ നമ്മൾ എണീറ്റ ഉടനെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെക്കാം. അതിനുശേഷം നമ്മുടെ രാവിലത്തെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ മോർണിംഗ് റുട്ടീനൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴേക്കും ഇത് നല്ല ഡീഫ്രോസ്റ്റ് ആയിട്ടുണ്ടാവും, നല്ല തണുപ്പ് മാറിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വറുക്കാനുള്ള പരുവം വറുത്ത് അങ്ങ് എടുത്താൽ മതി. ഇപ്പം ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായപ്പോൾ ഞാനൊന്ന് മരിച്ച് ഇട്ട് കൊടുത്തായിരുന്നു. ഇപ്പം എന്താ നല്ല പാകത്തിന് ആയിട്ടുണ്ട്. ഇപ്പം മൊത്തത്തിൽ ഇത് വറുക്കാനായിട്ട് എടുത്തത് ഒരു 8 മിനിറ്റാണ്. അപ്പോൾ അതിൽ 4 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പം നമുക്ക് മറിച്ചിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അതാ 2 സൈഡും നല്ലോണം മുരിങ്ങി വന്നിട്ടുണ്ട്. നല്ല ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിലുള്ള പൊരിച്ച പത്തിരി റെഡി ആയിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ സ്പ്രെഡ് ചെയ്തൊരു പ്ലേറ്റിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നാലേ എണ്ണ നല്ലോണം ഇതാവൂ. അപ്പം എണ്ണ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നല്ലോണം ആവും. എന്നാലും പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ബാക്കിയും കൂടെ ഇതേപോലെ വറുത്ത് എടുക്കാം. അപ്പം ഞങ്ങൾക്കിപ്പം 10 എണ്ണം ആയിരുന്നു വേണ്ടത്. 10 എണ്ണം ഞാൻ വെച്ചിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. മൊത്തം 20 പത്തിരിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തപ്പോൾ കിട്ടിയത്. നല്ല ഭംഗിയുള്ള ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിലെ, ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല എന്താ പറയുക ക്രിസ്പി ആയിട്ടുള്ള പത്തിരി.
ആണ്. ഈ ഒരു പത്തിരി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ ഭക്ഷണം കഴിക്കാൻ പൊതുവേ കുറച്ച് പുറകോട്ടാണ്. പക്ഷേ ഇത് എല്ലാവർക്കും ഇഷ്ടമാവും. കാരണം എൻ്റെ മോനിപ്പോൾ 1 വയസ്സായി. അവൻ ഭക്ഷണം കഴിക്കാൻ കുറച്ച് പുറകോട്ടാണ്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവൻ നന്നായി കഴിക്കും. ഇതിൻ്റെ ഉള്ളിൽ ആ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം പുറം ഭാഗം അത്ര കഴിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് മോൻ നന്നായി കഴിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടുപെടുന്ന അമ്മമാർക്ക് ഇതൊരു ബെസ്റ്റ് ചോയ്സാണ്. നമുക്ക് ഇത് കൂട്ടി കഴിക്കാൻ പറ്റിയ ബെസ്റ്റായിട്ടുള്ള ഒരു ചോയ്സ് കറി എന്ന് പറഞ്ഞാൽ വറുത്തരച്ച ചിക്കൻ കറിയാണ്. അതും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നമുക്കും ഇത് ഭയങ്കര പ്രിയപ്പെട്ട ഒരു ഡിഷായി മാറും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.